ബജറ്റ് വിലയിൽ ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള എല്ലാം നൽകുന്ന കാറുകൾ പുറത്തിറക്കിക്കൊണ്ടാണ് മാരുതി സുസുക്കി ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചത്. മാരുതി 800 എന്ന ഐതിഹാസിക മോഡലിൽ നിന്ന് തുടങ്ങിയ ആ ഒരു യാത്ര ഇന്നും തുടർന്നു വരികയാണ്. ഓരോ പുതിയ കാറുകൾ മാരുതി പുറത്തിറക്കുമ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷ വളരെ കൂടുതലാണ്. നിർമ്മാതാക്കളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് വിപണിയിൽ നേട്ടമുണ്ടാക്കിയ വാഹനമാണ് മാരുതി സുസുക്കി ഫ്രോങ്സ്. നിരത്തുകളിലെത്തി 17 മാസത്തിനുള്ളിൽ 2 ലക്ഷം യൂണിറ്റിന്റെ വിൽപ്പന പൂർത്തിയാക്കി എന്നതായിരുന്നു ഫ്രോങ്സിന്റെ പേരിലുണ്ടായ ഏറ്റവും ഒടുവിലത്തെ റെക്കോർഡ്. 2025 വിൽപ്പന ചാർട്ടിൽ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുള്ള വാഹനം ആദ്യം മുഖംമിനുക്കലിന് ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സാങ്കേതിക വിദ്യയിൽ വരുത്തുന്ന വലിയ മാറ്റമായിരിക്കും പുതിയ ഫ്രോങ്സിന്റെ സവിശേഷത. ചെറുകാറുകളിൽ നൽകുന്നതിനായി മാരുതി സുസുക്കി വികസിപ്പിക്കുന്ന ഹൈബ്രിഡ് സംവിധാനം ഫ്രോങ്സിലായിരിക്കും ആദ്യം നൽകുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ പരീക്ഷണയോട്ടങ്ങളിലാണെന്നാണ് റിപ്പോർട്ട്. 2024 മാരുതിയും സുസുക്കിയും ചേർന്ന് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നുണ്ടെന്ന കാര്യം പുറത്തുവിട്ടത്. നിലവിൽ ടൊയോട്ടയുടെ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയാണ് മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര, ഇൻവിക്ടോ തുടങ്ങിയ വാഹനങ്ങളിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത് ചിലവേറിയ ഒരു സംവിധാനമാണെന്നും ചെറുവാഹനങ്ങളിൽ നൽകുക പ്രായോഗികമല്ല എന്നുള്ള വിലയിരുത്തലിൽ നിന്നാണ് ചെറുവാഹനങ്ങൾക്ക് ഇണങ്ങുന്ന ഹൈബ്രിഡ് സംവിധാനം ഒരുക്കുന്ന മാരുതി സുസുക്കി സന്നദ്ധത അറിയിച്ചത്. ഫ്രോങ്സിന് പുറമെ സ്വിഫ്റ്റ്, ബ്രെസ തുടങ്ങിയ വാഹനങ്ങളിലും ഇത് പ്രതീക്ഷിക്കാം. നിലവിൽ 2 പെട്രോൾ എഞ്ചിനുകളിൽ മാത്രമാണ് മാരുതി സുസുക്കി ഫ്രോങ്സ് എത്തുന്നത്. 1.2 ലിറ്റർ പെട്രോൾ, 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ എന്നിവയാണത്. 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ 89.7 PS പവറും 113 Nm ടോർക്കുമാണ് നൽകുന്നത്. 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AGS എന്നിവയാണ് ഇതിലെ ട്രാൻസ്മിഷൻ. 1 ലിറ്റർ ടർബോ ചാർജ്ഡ് ബൂസ്റ്റർ ജെറ്റ് പെട്രോൾ എഞ്ചിൻ 100 PS പവറും 147.6 Nm ടോർക്കുമേകും. 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ഓട്ടോമാറ്റിക് എന്നിവയാണ് ഇതിൽ ട്രാൻസ്മിഷൻ ഒരുക്കുന്നത്. ഹൈബ്രിഡ് സംവിധാനം നൽകുന്നതോടെ ഇന്ത്യയിൽ ഏറ്റവും അധികം മൈലേജുള്ള കാർ എന്ന ഖ്യാതി ഫ്രോങ്സിന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. 35 കിലോമീറ്റർ മൈലേജ് ലഭിക്കും എന്നാണ് പ്രതീക്ഷ. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഫ്രോങ്സിന്റെ ഡിസൈനിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യക്ഷമമായ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ലെവൽ 2 ADAS സംവിധാനവും ഇതിൽ ഒരുക്കാൻ സാധ്യതയുണ്ട്.